ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേ ട്രാവൽ ട്രിപ്പ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഖത്തർ നാഷണൽ മ്യൂസിയത്തിലാണ്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. സോ വളരെ മനോഹരമായിട്ടൊരു ആർക്കിടെക്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേ ട്രിപ്പ് ഞങ്ങൾ ഇങ്ങോട്ട് ഖത്തർ നാഷണൽ മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളും കാഴ്ചകളെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഹംതും ഡയറീസ്. Welcome to Hamdam Diaries. Step by step, we make it ours. Under the sun and the moonlit stars. Traveling roads, writing our song together for. അപ്പോൾ നമ്മളിതാ ബസ്സിലിങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പറഞ്ഞ പോലെ ഖത്തർ നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അൽ ഹിലാൽ എന്ന് പറയും. ഞങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തിയ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ബസ് കയറി നേരെ ഇവിടെ എത്താം. L532 ബസ് നമ്പർ L532 നമ്പർ ബസ്സിൽ കയറിയാൽ അവിടെ നേരെ ഖത്തർ നാഷണൽ മ്യൂസിയം മുന്നിൽ വന്നിറങ്ങാം. അവിടെ നിന്ന് നേരെ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഖത്തർ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഖത്തർ നാഷണൽ മ്യൂസിയം തൊട്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി. हर पल के एहसास को जीते हैं अपने परिवार प्यार और दोस्तों के साथ हम दोनों चलेंगे न कभी रुकेंगे എല്ലാ നിമിഷവും കാവ്യമുണ്ടാക്കാം. എന്തായാലും ഇന്ന് വളരെ തിരക്കൊന്നും കാണുന്നില്ല. നമുക്കിതാ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു എൻട്രൻസിലൂടെ അകത്തേക്ക് പോവാം. സ്നേഹം നിറഞ്ഞ ഈ കഥ ഹംദം ഡയറീസ്. ഇവിടുന്ന് അകത്തേക്ക് കയറി നേരെ ഉള്ളിലേക്ക് പോയി അവിടെ നിന്ന് വേണം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ യാത്രയിൽ പ്രകാശം ചൊരിയും നക്ഷത്രങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് പോവാണ് ഞങ്ങൾ. സോ ഇവിടെ കാണുന്ന ഈ ബാക്കിലത്തെ എൻട്രൻസിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. സോ അവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറാവുന്നതാണ്. നമുക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ടിക്കറ്റ് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റിൽ കാണുന്ന കഫേയുടെ അവിടെ നിന്നാണ് എൻട്രൻസ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ റെസിഡന്റ് ആണെങ്കിൽ മാത്രം ഫ്രീ ടിക്കറ്റ് ആണ്. പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഖത്തർ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഖത്തർ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടിക്കറ്റ് ആണ്. ഖത്തർ ഐ ഡി ഇല്ലാത്തവര് ടൂറിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ചാർജ് ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നടക്കുവാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു എൻട്രൻസ് കൂടിയാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ നടുക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ആക്ച്വലി ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. ഡെസേർട്ട് റോസിൻ്റെ മാതൃകയിലാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ഡെസേർട്ട് റോസ് എന്ന് പറയുമ്പോൾ പൂവല്ല, നമ്മൾ ഇതുപോലെ മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരുതരം കല്ലുകളൊക്കെ കൂടിച്ചേർന്ന് പ്രകൃതിയാൽ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു രൂപമാണ്. ഇതുപോലെ ഇരിക്കും. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂക്കിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നതാണ്. സോ ഈ ഒരു മാതൃകയിൽ ഓരോ പ്ലേറ്റുകളും ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ സ്ട്രക്ചർ, ഒരു ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത്. അകത്ത് നമുക്ക് കാണാനുള്ള ഒരു കാഴ്ച പോലെ തന്നെയാണ് ഈ പുറത്ത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കാഴ്ച. 2019 ഖത്തർ നാഷണൽ മ്യൂസിയം പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. സോ അതിനു മുന്നേ ഇവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ഖത്തറിന്റെ തന്നെ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കൊട്ടാരം, അദ്ദേഹത്തിന്റെ വസതിയും കൂടെ ആയിരുന്നു, താമസ സ്ഥലം കൂടെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കൊട്ടാരമാണ്. ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽത്താനി എന്ന് പറയുന്ന ഒരാളുടെ കൊട്ടാരം. അതിപ്പോഴും ഇവിടെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം. എന്തായാലും നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഡെസേർട്ട് റോസ് കഫേ. അപ്പോൾ നമ്മളിതാ അകത്തേക്ക് കയറി ഇവിടുന്ന് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സംഭവമാണ്. നമ്മുടെ ഫോണിൽ നമുക്ക് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഹെഡ്ഫോൺ വെച്ചിട്ട് അകത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളുടെയും വിവരണം നമുക്ക് ഹെഡ്ഫോണിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. സോ അതെന്തായാലും ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആദ്യമായി ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് പഴയകാല ഖത്തറിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാം. മതിലിലെ കൊത്തുപണികളും ജനലുകളും അതുപോലെ തടിയിലൊക്കെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്ന ഡോറുകളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. പഴയ കാലത്തെ ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവരുടെ ദൈനംദിന ജീവിതത്തിലെ സാധനങ്ങളും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളും ഒക്കെ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഖത്തർ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരവും സമ്പ്രദായങ്ങളും ഒക്കെ ഒന്നുകൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നത്. പഴയകാല ഖത്തറിൻ്റെ ഒരു വീഡിയോ പ്രസൻറ്റേഷനാണ്. പല പ്രൊജക്ടറുകളിൽ നിന്നായിട്ട് ഇവിടുത്തെ ഈ ചുവരുകളിൽ നമുക്ക് ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം.
പഴയകാല ഖത്തറിൻ്റെ തിരക്കേറിയ മാർക്കറ്റും അവിടുത്തെ വീടുകളും ജനങ്ങളുടെയൊക്കെ ദിനചര്യകളും എല്ലാം നമുക്ക് ഒരു സൗണ്ട് എഫക്റ്റോട് കൂടി തന്നെ നമുക്കിവിടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. हम तुम അതുപോലെ വിസിറ്റേഴ്സിൻ്റെ കൂടെ വരുന്ന കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനും അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുമായിട്ടൊക്കെ ഉള്ള കുറേ ആക്ടിവിറ്റീസും ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ബോട്ടിന്റെ ഷേപ്പിലായിരിക്കും. ബോട്ടിന്റെ ഷേപ്പില്. അതെ, മനസ്സിലായോ? നമുക്കിങ്ങനെ പക്ഷെ മൂവ്മെന്റ് ഇല്ല, ഇങ്ങനെ ആ കറക്കുന്ന പോലെ ചെയ്തു. Oh my. Your task is to collect oysters. The rope is your only form of communication with the other. Hollow to pull the rope. Go, pull the rope. Hollow, you are the hollow. എടാ ഞാൻ റോപ്പ് വിട്ടിട്ടുണ്ടേ, റോപ്പ് വിട്ടിട്ടുണ്ട്. ആ കളക്റ്റഡ്. ഇത് കുട്ടികൾക്കുള്ള എന്താ പണിയാട്ടോ. ഇത് ബാക്കില് 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 അവിടെ നോക്കിയാൽ അവിടെ നോക്കി. ഇതാ ഇവിടെ പുറകിലോട്ടേക്ക്. അത് മാറി മാറി വരും, പെട്ടെന്ന് കളക്ട് ചെയ്യണമെന്നാ പറയുന്നത്. യെസ്, ഫിനിഷായ പോയിന്റ് വരാൻ തോന്നും. ഫിനിഷായ എടുക്കേ. ഓ My God. എന്ത് സിനിമ രസമുണ്ടല്ലേ? കാണുന്ന ഫീലില്ലേ? ഓക്കെ. ശരിക്കും നമ്മളൊരു മൂവി ആയിട്ട് തന്നെ അവർ കാണിക്കുന്ന പോലെ. ഓ, അതായത് ഖത്തറീസ് യൂസ് ചെയ്ത ജ്വല്ലറിയാണ് ഇതെല്ലാം കാണുന്നത്. ട്രഡീഷണൽ ജ്വല്ലറീസ്. ഇതെല്ലാം വുമൻസ് ഇട്ടിരുന്ന ജ്വല്ലറിയാണ്. ബ്രൈഡൽ ജ്വല്ലറി ഉണ്ട്, പേൾ ജ്വല്ലറി ഉണ്ട്. ഇത് ഗേൾസിന്റെ സെലിബ്രേറ്ററി ഡ്രസ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദ സിൽക്ക് ബുർഖ. we make it ours under the sun and the moonlit stars. പൊന്ന് എന്തിലോ സ്റ്റക്ക് ആയിട്ടുണ്ട്. എന്താ ഞങ്ങള് ബറോഡക്കാരെ എവിടെ ചെന്നാലുണ്ടെന്ന് മനസ്സിലായില്ലേ? പേൾ കാർപ്പറ്റ് ഓഫ് ബറോഡ കണ്ടോ? ഇതോ? യെസ്, എഴുതിയിരിക്കുന്നു, നോക്ക്, വായിച്ചു നോക്കൂ. ദ കാർപ്പറ്റ് വാസ് കമ്മീഷൻഡ് ബൈ ഇന്ത്യസ് മഹാരാജ ഓഫ് ബറോഡ ഗായക്വാഡ് ഖണ്ഡേറാവ് ഇൻ അറൌണ്ട് 1865. അതായത് നമ്മൾ പാലസിൽ പോയത് ഓർമ്മയുണ്ടോ? ലക്ഷ്മി വില പാലസ്. അവിടുത്തെ രാജാവ് ഗിഫ്റ്റ് ചെയ്തതാണത്. It was originally intended as a cover chadar for the tomb of Prophet Muhammad at Medina. അതായത് മദീനയിൽ പോയപ്പോഴത്തേക്കിനും ഇത് നമ്മൾ അവിടെ വിരിച്ചതാണ്, അവിടുത്തെ ടോംബില്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. സോസി ബറോഡ ഫേമസ്. ട്രിവാൻഡ്രം ഉണ്ടാവും, ട്രിവാൻഡ്രം മഹാരാജ കണ്ടുപിടിക്കാം. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഖത്തറിന്റെ ഓരോ മാപ്പുകളാണ്. ഓരോ കാലഘട്ടത്തിൽ അത് എങ്ങനെ മാറി എന്നുള്ളത് കാണിക്കുന്നത്. ഖത്തർ, ഇന്നത്തെ ഖത്തർ ഈ ഒരു ഭാഗത്തായിട്ട് വരും. നമ്മുടെ ഇന്ത്യ ഇവിടെ കാണാം, അതുപോലെ ശ്രീലങ്ക. സോ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരിലാണ് അവർ വിളിച്ചിരുന്നത്. സോ അവരെ കൊടുത്തിരിക്കുന്ന പേരും അത് തന്നെയാണ്, ഹിന്ദുസ്ഥാൻ, ഇന്ത്യ. പണ്ടത്തെ ഖത്തർ അതായത് മരുഭൂമി മാത്രം, വേറെ ഒന്നുമില്ല. നമുക്ക് കാണുമ്പോൾ പേടിയും. പണ്ടത്തെ ഖത്തറിന്റെ മരുഭൂമിയും പിന്നെ ഇവര് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതും അതൊക്കെ കുറച്ച് കാണിച്ചു അവര്. അതിന്റെയാണ് തോക്കും വാളും എല്ലാം ആ വാളിൽ കാണുന്നത്. അബ്ദുള്ള ബിൻ ജാസിം അൽ താനി. വെൽക്കം ടു ദി വേൾഡ് ഓഫ് വാർ. ഓയിൽ പൈപ്സ് ഇൻസ്റ്റാളേഷൻ ആണ് ഇതെല്ലാം. ജസ്റ്റ് ഫീൽ ദ ആംബിയൻസ് ഓൾ അറൗണ്ട്. ആ 4 സ്ക്രീൻ ലൈറ്റ് ഇവർ കാണിക്കുന്നത്. ഞാൻ ടയേർഡായി, അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാൻ. ഇതെല്ലാം ഖത്തറിന്റെ കറൻസീസ് ആണ്. കറൻസീസ് പഴയത് തൊട്ട് പുതിയത് വരെ എല്ലാം ഇവര് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയാണേ. നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന റുപ്പീസ് നമുക്കിവിടെ കാണാം. 100 റുപ്പീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, 10 രൂപയുടേത്. ഇവരിവിടെ പല പല 1 റുപ്പി. ഈ നോട്ടൊക്കെ കുറച്ച് പരിചയമുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും സൈസ് നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ കുറച്ചുകൂടെ വീതിയുണ്ട് നീളത്തിനെയും കാട്ടി. അപ്പൊ
അപ്പോൾ കണ്ട പോലെ നമുക്ക് അവിടെ ഇന്ത്യൻ റുപ്പിയും കാണാൻ പറ്റിയിരുന്നു. ഇന്ത്യൻ റുപ്പി എന്ന് വെച്ചാൽ അവർ വെച്ചിരിക്കുന്നത് നമ്മൾ ഖത്തറുമായിട്ട് ഇടപാടുകളുണ്ടായിരുന്നല്ലോ, അപ്പം ഇന്ത്യൻ റുപ്പീസ് ഇവിടെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവുന്നതെന്ന് വെച്ചിട്ടാണ് അവർ പുതിയ നോട്ട്, അതായത് സെപ്പറേറ്റ് ആക്കിയത്. जिंदगी के रंगों में मिलते हैं सपने, हर पल के एहसास को जीते हैं अपने परिवार, प्यार और दोस्तों के साथ हम दोनों चलेंगे, न कभी रुकेंगे. എല്ലാ നിമിഷവും കാവ്യമുണ്ടാക്കാം, പ്രണയം നിറഞ്ഞ ജീവിതം തീർക്കാം, കൂടെ ഉണ്ടാകും സ്നേഹം നിറഞ്ഞ ഈ കഥ. हम तुम darlings, दुनिया के सपने നമ്മുടെ യാത്രയിൽ പ്രകാശം ചൊരിയും നക്ഷത്രങ്ങൾ. Dancing, living our hearts alive. ഹലോ 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 മൈ ഡിയർ റോങ് നമ്പർ. പപ്പ വിളിക്ക്. പപ്പയെ വിളിച്ച് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. വില്യം ബൈ. ഞാനൊന്ന് ആറ്റിങ്ങിലോട്ട് വിളിക്കട്ടെ. എന്തിനാ ആറ്റിങ്ങളിലേക്ക് വിളിക്കണേ? ഇതാണ് ഖത്തർ ഡെവലപ്മെന്റ് കാണിക്കുകയാണ്. സിറ്റീസും വർഷം മാറുന്നതനുസരിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ലൈറ്റ് കാണുന്നിടത്തുനിന്ന് ഖത്തറിനെ ഡെവലപ്പ് ചെയ്യാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. 1947 ഖത്തർ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്രത്തോളം ഡെവലപ്പ് ആവുന്ന നോക്കിയേ, ഓരോ ഇയർ കൂടുന്നതനുസരിച്ചിട്ട് ഓരോ ബിൽഡിങ്ങുകള്, അതുപോലെ വഴികള്, റോഡുകള്, ഇതെല്ലാം ഓരോ സിറ്റീസും അതെ, ഓരോന്നും കണക്ട് ചെയ്തിട്ട് ഇത് ഓരോന്നും വരികയാണ്. ഇത് കാലത്തിന്റെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതുപോലെ വോൾ സ്റ്റൈലിൽ കാണാം. Together forever where we belong. हम तुम darlings, നമ്മളുടെ കഹാനി ഒന്നടി സന്ധ്യയിൽ നമുക്ക് സ്വപ്നങ്ങൾ താരാനി. അപ്പോൾ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സോ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ അത് കണക്ട് ചെയ്തിട്ട് അടുത്ത പാലസിലേക്കുള്ള എൻട്രൻസ് ആണ്. സോ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ ആ പാലസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാം. പഴയ ഖത്തറിന്റെ ഒരു പാലസ് ആണിത്. നമ്മൾ ഇതുവഴിയാണ് നടന്നു പോകുന്നത് അല്ലേ? അവിടുത്തെ ഡോറൊക്കെ കണ്ടോ? ആ വീടിന്റെ ഹൈറ്റ് കണ്ടോ? ഇവിടെ ഒരു ബിൽഡിംഗ് ആണ്. നമുക്ക് ഇതിന്റെ മുകളിൽ കയറാൻ തോന്നുക. പ്രണയം നിറഞ്ഞ ജീവിതം തീർക്കാം, കൂടെ ഉണ്ടാകും സ്നേഹം നിറഞ്ഞ കഥ. हम तुम darlings, दुनिया के सपने നമ്മുടെ യാത്രയിൽ പ്രകാശം ചൊരിയും നക്ഷത്രങ്ങൾ. Dancing, living our hearts alive. हम तुम darlings, forever shine. Here we are with endless stories, living, loving. हम तुम darlings. Here we go with love so true. കൈ കാണിക്കുമല്ലോ. Dancing dreams, just me and you. Journeying far, chasing stories. Welcome to Hum Tum Days. Step by step, we make it ours. Under the sun and the moonlit stars. Traveling roads, writing our song. Together forever where we belong. Hum Tum Darlings, നമ്മളുടെ കഹാനി ഒന്നടി സന്ധ്യയിൽ ഞാൻ മാത്രമേ ഇത് കയറിയുള്ളൂ. दुनिया भर के रास्ते साथ चलेंगे. हम तुम ശരിയായി ഗൈസ്. അവശയായിരിക്കുകയാണ് പോലും. ഒരു കാണുന്ന പോലെയല്ല, ഇറ്റ്സ് എ ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഒരുപാട് ക്ഷീണിതരാണ് നമ്മൾ.
നടന്നു ക്ഷീണിച്ചു. നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു സർവീസ് ഉണ്ട്, ഇങ്ങനെ ഫ്രീ സർവീസ്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാം. മെട്രോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് അല്ല, ബസ് സ്റ്റോപ്പ് ടാക്സി സ്റ്റോപ്പ് അത് കണക്കാക്കിയിട്ട് അവർ നമ്മളെ പുറത്ത് കൊണ്ടുപോകാൻ ഇറക്കി തരാം. അപ്പൊ നമ്മളെ കൊണ്ടാക്കിയിട്ട് ആ വണ്ടി പോവാണ്. നമ്മളിപ്പോ നല്ല ടയർഡ് ആയിട്ടുണ്ട്. ഇത് ഇറങ്ങുന്ന ഇവിടെ തന്നെ വന്ന് ഇറങ്ങാം. ഇവിടുത്തെ മ്യൂസിയം വളരെ അടുത്താണ്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് മ്യൂസിയമാണ്. പിന്നെ നമുക്ക് ഇവിടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കറങ്ങാൻ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അതും ഇവിടെ വന്നു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മറ്റേ അതെ, നാട്ടില് നമ്മൾ ഡൽഹി ദർശൻ, അങ്ങനെ മുംബൈ ദർശൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകല്ലോ, 1 ഡേ ഫുള്ളും ചുറ്റിക്കും. അങ്ങനെ ഇവിടെ ഉണ്ട്. 100 രൂപ എന്തോ കൊടുത്താല് നമ്മള് ഫുൾ ഖത്തർ നമ്മൾ നേരത്തെ കണ്ടു കളർ ബസ്സിൽ ഡബിൾ ഡെക്കർ പോലത്തെ. ഇനിയും എന്തെങ്കിലും കാഴ്ചകൾ ഞങ്ങൾ മ്യൂസിയത്തിനകത്ത് ബാക്കി വെച്ചിട്ടുണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് എക്സിറ്റ് കണ്ടു, ഞങ്ങൾ എക്സിറ്റ് ചെയ്തു പോയായിരുന്നു എന്തായാലും. പക്ഷെ ഇല്ലാന്ന് തോന്നുന്നു. മേളിലേക്ക് പോകാനൊക്കെ ഉള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അതായിരിക്കും ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ കണ്ടത് അത്രയും എല്ലാം നല്ല വർത്തായിരുന്നു. നമുക്ക് കുറെയൊക്കെ ഖത്തറിനെ പറ്റി അറിയാൻ പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മുടെ സൺഡേ ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഖത്തർ നാഷണൽ മ്യൂസിയം കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ്. ഖത്തറിന്റെ പരമ്പരാഗതമായ കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നുകൂടെയൊക്കെ വിഷ്വൽ റെപ്രസെന്റേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റി. ബോറാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗെയിൻ ത്രൂ പല കാര്യങ്ങൾ അവരെ അറിയിക്കുന്നുണ്ട്, അറിയുന്ന രീതിയിൽ. അതുപോലെ വിഷ്വലി കുട്ടികളിങ്ങനെ കണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും അവിടെ ഇരുന്നിട്ട് ഒരു മൂവി കാണുന്ന പോലെ അത് നല്ല വിഷ്വൽ എഫക്റ്റും സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ഒരു നല്ലൊരു സൺഡേ നമുക്ക് ഇന്ന് സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ നല്ല കാഴ്ചകളും പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ, അടുത്ത ഒരു ട്രാവലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയ വിശേഷങ്ങളുമായിട്ട് ഒരുപാട് ഇഷ്ടത്തോടെ. Forever shine. Here we are with endless stories, living, loving, hum tum diary.